നമസ്കാരം, SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ UDF എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ മുന്നണി അധികാരത്തിൽ കയറി എന്നുള്ളത് നമ്മൾ വയ്ക്കുക. UDFൽ വളരെ പ്രാമുഖ്യമുള്ള കുറച്ച് നേതാക്കന്മാർ, VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കന്മാർ നയിക്കുന്ന ഒരു വലിയ മന്ത്രിസഭയും ഇവിടെ രൂപീകരിക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് പലയിടങ്ങളിൽ നിന്ന് ചില വനിതാ നേതാക്കൾ കൂടി വിജയിച്ച് അതിലേക്ക് വരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് ഇപ്പം VD സതീശൻ ഉണ്ടാകാം, രമേശ് ചെന്നിത്തല ഉണ്ടാകാം, അതോടൊപ്പം PC വിഷ്ണുനാഥ് എന്ന് പറയുന്ന നേതാവ് ഉണ്ടാകാം. അതോടൊപ്പം ഇങ്ങനെ പലയിടങ്ങളിലും കോൺഗ്രസിൻ്റെ പ്രമുഖരുടെ ഒരു പട്ടിക ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെയുള്ള നേതാക്കന്മാർ അടങ്ങുന്ന ഇപ്പം മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടാകാം, അതോടൊപ്പം തന്നെ KM ഷാജി എന്ന് പറയുന്ന നേതാവ് ഒരുപക്ഷെ വന്നെന്നിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരുപറ്റം നേതാക്കന്മാർ ഇവിടേക്ക് ഇരച്ചെത്തുന്ന ഒരു മുന്നണിയായി UDF മാറുന്നു. അങ്ങനെ UDF അധികാരത്തിൽ കയറുന്ന ഒരു സാഹചര്യം സ്വാഭാവികമെന്നോണം ഇതൊരു ഹൈപ്പോത്തിക്കലാണ്. അത് ഇതിനകത്ത് നമുക്കൊരു എന്താ പറയുക, ഇങ്ങനെ സംഭവിച്ചുകൂടായിക എന്നുള്ള ഒരു ചാൻസുകളൊന്നുമില്ല, ഒരു സങ്കല്പം മാത്രമാണ്. അപ്പോൾ നമുക്ക് പ്രതിപക്ഷത്തേക്ക് നമുക്കൊന്ന് നോക്കാം. പ്രതിപക്ഷത്ത് നോക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തൃത്താല അത് MP രാജേഷിനുള്ള സീറ്റായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് താനും. മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയിൽ നിന്നുള്ള P രാജീവ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഒല്ലൂരിൽ K രാജന് തന്നെയായിരിക്കും പ്രാധാന്യം ലഭിക്കുക. അപ്പോൾ മറ്റൊരിടത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശിവൻകുട്ടി, നേമത്തിൽ നിന്ന് മിക്കവാറും ശിവൻകുട്ടി തന്നെയാണ്. അതായത് കോൺഗ്രസും BJPയും തമ്മിൽ അവിടെ ശക്തമായ ഒരു വോട്ട് കച്ചവടം നടന്നിട്ടില്ല എങ്കിൽ അവിടെ നിന്ന് നേമത്തിൽ നിന്ന് വിജയിക്കാൻ സാധ്യതയുള്ള നേതാവ് V ശിവൻകുട്ടി തന്നെയാണ്. അതോടൊപ്പം ഇവിടെ ഇരവിപുരം 100% ഉറപ്പിക്കാം, അവിടെ M നൗഷാദ് എന്ന് പറയുന്ന നേതാവ് തന്നെയാണ് ഇനിയും അവിടെ നിന്ന് മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ പോകുന്നതെന്ന് എന്നുള്ള കാര്യത്തിൽ ആർക്കും RSPക്കാർക്ക് പോലും യാതൊരു സംശയവുമില്ല. അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചേർത്തലയിൽ P പ്രസാദ് മത്സരിക്കുന്നു. P പ്രസാദ് വീണ്ടും ഒരു വട്ടം കൂടി നിയമസഭയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ചേർത്തലക്കാർക്ക് പ്രത്യേകിച്ച് യാതൊരു സംശയവുമില്ല. കാര്യം അതിനെ പറ്റിയൊരു എതിരാളിയെ സത്യത്തിൽ കണ്ടു കിട്ടിയിട്ടില്ല ചേർത്തലക്കാർക്ക് എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് KT ജലീലാണ്. KT ജലീലും അങ്ങനെ തന്നെ വരാൻ പോകുന്ന തവനൂരിൽ നിന്ന് KT ജലീൽ ശക്തനായ ഒരു MLA ആയി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. പിന്നീട് നമുക്കറിയാം ബേപ്പൂരിൽ ഇനിയും അമ്പൂക്ക കിടന്ന് തലകുത്തി മരിച്ചാലും ശരി അമ്പൂക്കയെ അവിടെ തോൽപ്പിച്ചിരിക്കും എന്നുള്ളതാണ് ഈ PA മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഒരു വലിയ ക്വാളിറ്റി. എന്തുകൊണ്ടാണ് അവിടെ അമ്പൂക്കയ്ക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അത് വലിയ വ്യാപകമായിട്ടില്ല എങ്കിൽ തന്നെയും തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്കാർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായി PV അൻവർ എന്ന് പറയുന്ന നേതാവ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ PV അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് എന്ന് സ്വയം നടിച്ചു നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടിച്ചു നടന്നിട്ട് അതിനെ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് എത്തിക്കുന്നതുകൊണ്ട് തന്നെ പ്രസീത അവിടെ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തു, പ്രസീത അഴീക്കോട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അമ്പൂക്ക ഇതുവരെയായി ദീദിയുമായി, അതായത് മമതാ ബാനർജിയുമായി നേരിട്ടൊരു കൂടിക്കാഴ്ച പോലും നടത്തിയിട്ടില്ല. അപ്പം ഇതൊന്നും നടത്താതെ താൻ ഇവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനാണ് എന്നുള്ള രീതി വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന അമ്പൂക്ക ഇവിടെ വലിയ കാര്യമായി കൊണ്ടു നടക്കുന്നത്. ഇതൊന്നും ഇപ്പം നിലവിൽ കേരളത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ ഘടകത്തിന് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തത് തൃണമൂൽ കോൺഗ്രസ് ഇനിയും അമ്പൂക്കയെ പിന്തുണയ്ക്കുന്നില്ല, മറിച്ച് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അമ്പൂക്ക അവിടെ ഇറങ്ങി വന്നിരുന്നുകൊണ്ട് വർഗീയത പറഞ്ഞു പിടിക്കാൻ സാധ്യതയുള്ള ചില സാധ്യതകളെക്കുറിച്ച് ഇതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അമ്പൂക്ക ഏത് രീതിയിലായിരിക്കും ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്, വർഗീയതയെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ PA മുഹമ്മദ് റിയാസ് തന്നെ വീണ്ടും വരും. പിന്നെ ധർമ്മടം എന്ന് പറയുന്ന മണ്ഡലത്തിൽ നമുക്കറിയാമല്ലോ, അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു നേതാവിനെ ചിലപ്പോൾ ഭൂരിപക്ഷത്തിന് അല്പം കുറവ് വന്നാലും ശരി അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു നേതാവ് തന്നെ ആയിരിക്കും തീർച്ചയായും അവിടെ നിന്ന് വിജയിച്ച് കയറുക. അപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചു, ഭരണം കിട്ടാതിരിക്കുന്നവരിൽ നമുക്ക് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഇത്രയും നേതാക്കന്മാർ, അതായത് P രാജീവ്, MP രാജേഷ്, K രാജൻ, ശിവൻകുട്ടി, നൗഷാദ്, P പ്രസാദ്, പിണറായി വിജയൻ, KT ജലീൽ, മുഹമ്മദ് റിയാസ്, ഏകദേശം 10ഓളം നേതാക്കന്മാർ ഇപ്പോൾ തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും നമുക്ക് സംശയലേശമന്യേ പറയാൻ സാധിക്കുമെന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇനിയും ഈ നേതാക്കന്മാർ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നിയമസഭയെക്കുറിച്ച് നമ്മൾ വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്കും. അതായത് ഇത്രയും മിടുക്കന്മാരായ വസ്തുതകൾ കൊണ്ട് നേരിടാൻ സാധിക്കുന്ന കൃത്യം ആരോപണങ്ങളെ അതുപോലെ അളന്ന് മുറിച്ച ഭാഷയിൽ മറുപടി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപറ്റം നേതാക്കന്മാരുടെ കൂട്ടമായി മാറിയിരിക്കുകയാണ് അപ്പോൾ തന്നെ.
അത് അവിടെയും അവസാനിക്കുന്നില്ല. പേരാവൂരിൽ സണ്ണി വക്കീലിനെ ഇത്തവണ ശൈലജ ടീച്ചർ മലർത്തി അടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശൈലജ ടീച്ചർ കൂടി ഈ ഗ്രൂപ്പിലേക്ക് കൂടുന്നു. അപ്പോൾ വീണ്ടും എണ്ണം കൂടുന്നു. ആറന്മുളയിൽ വീണ ജോർജിനെതിരെ എത്ര ആരോപണം ഉയർത്തിയിട്ടും കാര്യമൊന്നുമില്ല. വീണ ജോർജ് തന്നെ വീണ്ടും ആറന്മുളയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഓഫ് കോഴ്സ് പത്തനാപുരത്ത് നിന്ന് ഇത്തവണ എത്ര പെണ്ണ് കേസെടുത്ത് തലയിൽ ചാർത്തി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. KV ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്നും വളരെ ഈസിയായി തന്നെ നിയമസഭയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ തന്നെ നമുക്കറിയാം, ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു മുന്നണിക്കുള്ളിൽ നിന്ന് ഇത്രയും കരുത്തരായ നേതാക്കന്മാരെ, കരുത്തരായ ജനപ്രതിനിധികളെ നിയമസഭയിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നുള്ളത് വസ്തുതയാണ്, മറച്ചു പിടിക്കാൻ കഴിയാത്ത വസ്തുതയാണെന്നേ. ഏകദേശം ഒരു 10-15 പേരെ എങ്ങും തൊടാതെ പാർട്ടിക്ക് സിമ്പിളായി ഇവിടെ നിയമസഭയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് വസ്തുതയായി തന്നെ അവശേഷിക്കുന്നു. ഇനിയും UDF ഭരിക്കുകയും പിണറായി വിജയൻ നയിക്കുന്ന പ്രതിപക്ഷത്തിന് നേരെ, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നിൽ അണിനിരന്ന് നിൽക്കുന്ന ഇത്രയും ഒരു കൂട്ടമുണ്ടല്ലോ, ഈ കൂട്ടത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഭരണകക്ഷി മാറും. എന്തുകൊണ്ട് ഭരണകക്ഷി മാറും എന്നുള്ളതിനും ഒരു വലിയ കാര്യമുണ്ട്. ഇവിടെ നേരത്തെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. എങ്ങാനും കറങ്ങിത്തിരിഞ്ഞ് VD സതീശൻ മുഖ്യമന്ത്രി ആയി എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാമെന്നുള്ള പ്രതീക്ഷ VD സതീശന് വേണ്ട. ഇനിയിപ്പോൾ അത് രമേശ് ചെന്നിത്തലയിലേക്ക് തന്നെ സ്വാഭാവികമായും ചെന്ന് ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ആരോഗ്യവകുപ്പ്, ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മിക്ക ലീഗിലേക്ക് തന്നെ പോകും. മിക്കവാറും KM ഷാജിയൊക്കെ ആയിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന നേതാവ്. ഇനിയും ചിലപ്പോൾ അബ്ദുറബും ആകാം. നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ലീഗിലേക്ക് വരുമ്പോൾ ലീഗിലേക്ക് വ്യവസായ വകുപ്പ് ഹാൻഡിൽ ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്നത് മിക്കപ്പോഴും അത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെ പലയിടങ്ങളിലേക്കും പല നേതാക്കന്മാരിലേക്കും, പിന്നെ PC വിശ്വനാഥിന് ഏതെങ്കിലും ഒരു വകുപ്പ് കൊടുക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വകുപ്പ് വീതം എണ്ണിത്തിരിച്ച് കൊടുത്ത് എല്ലാം കഴിയുമ്പോഴും VD സതീശൻ മുഖ്യമന്ത്രിയും ഇത്രയും പറയുന്ന ആൾക്കാർ മന്ത്രിമാരായിരിക്കുന്ന ഒരു സഭയിൽ, അല്ലെങ്കിൽ ആ ഒരു മന്ത്രിസഭയ്ക്ക് പുറത്ത്, അല്ലെങ്കിൽ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഇവിടെ പ്രതിപക്ഷത്തേക്ക് നോക്കൂ. പ്രതിപക്ഷത്ത് നിരന്നിരിക്കുന്നത് കരുത്തന്മാരായ കുറേ നേതാക്കന്മാരാണ്. അതായത് എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലം, അതായത് കഴിഞ്ഞ 5 വർഷക്കാലത്ത് സഭാ സമ്മേളനങ്ങൾ കൂടുന്ന സമയം അത് ഏറ്റവും പ്രാധാന്യമുള്ളതായിരുന്നു. സഭാ സമ്മേളനങ്ങൾ കൂടുന്ന സമയത്ത് അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയ ചർച്ചകളിൽ പ്രതിരോധിക്കാൻ പോലും നിൽക്കാതെ അവരാണ്, ഒന്നാലോചിച്ചു, പ്രതിപക്ഷമാണ് അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് വെക്കാൻ പറയുന്നത്. അപ്പോൾ കൊണ്ട് AN ഷംസീർ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് വെക്കുന്നു. ആ ചർച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നേരെ ഇപ്പോൾ ഈ പറയുന്ന അന്നത്തെ മന്ത്രിമാരായിരുന്ന, അല്ലെങ്കിൽ അന്ന് ആ സഭയിലുണ്ടായിരുന്ന മന്ത്രിമാർ ഇതിനെ നഖശിഖാന്തം എതിർക്കുകയും കണ്ടിച്ച് തുണ്ടം തുണ്ടമാക്കി മാറ്റിയിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് സത്യത്തിൽ പറഞ്ഞ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അടിയന്തര പ്രമേയങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തരമായി മാറുന്ന കാഴ്ച നമ്മൾ സഭയിൽ കഴിഞ്ഞ കാലങ്ങളിലുടനീളം കണ്ടിരുന്നതാണ്. വസ്തുതകൾ കൊണ്ടാണ് അവർ കൃത്യമായി ഓരോന്നിനെയും ഖണ്ഡിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പുറത്തേക്ക് നോക്കൂ, VD സതീശൻ എന്താണ് സർക്കാരിനെതിരായി ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്ന് വിജയിച്ച ആരോപണങ്ങൾ? ഒന്നുമില്ല. ഇനിയും പിന്നെ രമേശ് ചെന്നിത്തല ഈ അടുത്ത സമയത്തും പോയിരുന്നു. ഈ അടുത്ത സമയത്ത് പോയിട്ട് ഹൈക്കോടതിയുടെ കയ്യിൽ നിന്ന് സർക്കാരിന് ഗുഡ് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്ന ഒരു നേതാവാണ് ഇൻ കേസ് ഭാവിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായേക്കാവുന്ന രമേശ് ചെന്നിത്തല. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് പിന്നെ ലീഗിലെ ആൾക്കാർ, ലീഗിലെ നേതാക്കന്മാരും ഒക്കെ പലപ്പോഴും നിശബ്ദത പാലിച്ചിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പലരും അതിനെ കടന്നാക്രമിക്കലിന് പോയിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും സഭയിൽ കിടന്നുകൊണ്ട് പ്രതിപക്ഷത്തെ വേട്ടയാടി അവരെ ഇല്ലായ്മ ചെയ്ത് ഒരു പ്രതിപക്ഷ മര്യാദ കാണിക്കാത്ത രീതിയിൽ, ഇല്ലാത്ത രീതിയിൽ തകർത്ത് തച്ചുടച്ച് തരിപ്പണമാക്കിവിട്ട നേതാക്കന്മാരുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഇരവിപുരത്ത് നിന്ന് നൗഷാദ് ആണെങ്കിലും, P രാജീവ് ആണെങ്കിലും, MP രാജേഷ് ആണെങ്കിലും, ഒല്ലൂരിൽ നിന്ന് K രാജനാണെങ്കിലും എല്ലാവരും നിലംപരിശാക്കി വിടുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ തൻ്റെടമുള്ള, ഈ ചങ്കുറപ്പുള്ള, അല്ലെങ്കിൽ ഇത്രയും കരുത്തരായ നേതാക്കന്മാർ പ്രതിപക്ഷത്തേക്ക് വന്നാൽ ഈ ഭരണപക്ഷത്തിൻ്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ദാരുണമായ അവസ്ഥയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. തകർന്ന് തരിപ്പണമായി പോവും. കാരണം എന്താണെന്നറിയോ? ഇതെല്ലാം കൂടെ നിൽക്കുക, ഇടതുപക്ഷത്തെ നേതാക്കന്മാർക്കെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അവർ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഒരു അക്രമത്തെ പ്രതിരോധിക്കുമെങ്കിൽ, ഇവിടെയുള്ളവർ പലരും പല മൈൻഡോടുകൂടി നിൽക്കുന്നവരാണ്. പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ കണ്ടുകൂടാത്ത ആൾക്കാരാണ്. ചെന്നിത്തലയ്ക്ക് VD സതീശന് ഇഷ്ടമല്ല, സതീശന് ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും ഒരു നേതാവിന് ഇഷ്ടമല്ല. അങ്ങനെ പോകുന്നു. ഇഷ്ടക്കേടിൻ്റെതായ ഒരു മുന്നണിയാണ് അക്ഷരാർത്ഥത്തിൽ UDF. ആ UDFന് ആ പ്രതിപക്ഷത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, അടിപതറി പോകുന്നൊരു അവസ്ഥയുണ്ടാവും.
കാരണം എന്താ, ഇവരെ കഴിവില്ലാത്ത കുറേ നേതാക്കന്മാരെ എടുത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരു പറ്റം നേതാക്കന്മാർ ദാ അപ്പുറത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട ഗതികേട് നമ്മുടെ കേരളത്തിനുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. കാര്യം എന്താ, ഈ കരുത്തരുടെ കയ്യിൽ നമ്മൾ ഭരണം കൊടുക്കണോ അതോ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഈ ഭരിക്കാനിരിക്കുന്നവരെ ഇല്ലാതാക്കുന്നത് നമ്മൾ കാണേണ്ട കാഴ്ച അത് വലിയ കോമഡി ആയിരിക്കും. കാര്യം ഇവിടെ വീണ ജോർജ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ ജോർജിനെതിരായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന പല അടിയന്തര പ്രമേയ ചർച്ചകളും ഇല്ലാതാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ശരി, ഏത് രംഗം എടുത്തിരുന്നാലും ശരി, അതിനെല്ലാം ഭരണപക്ഷത്തുള്ള ഓരോരുത്തരും കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഈ പറയുന്ന ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഉണ്ടായാൽ ആ പ്രതിപക്ഷത്തോട് പിടിച്ചു നിൽക്കാനുള്ള ശക്തി കൂട്ടിയാൽ കൂടുന്നതല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിനെന്ന് മാത്രമല്ല UDF-നെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ഒന്നും മൂത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.